ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13 അധ്യായങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 14-ാമത്തെ അധ്യായമായ ഗുണത്രയ വിഭാഗയോഗത്തിലേക്ക് കടക്കാം. ഗുണത്രയങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സത്വ, രജ, തമോ ഗുണങ്ങൾ, അതാണ് ഗുണത്രയങ്ങൾ. അപ്പോൾ ആ ഗുണത്രയങ്ങളെപ്പറ്റി ഉള്ള പ്രതിപാദ്യമാണ് ഈ അധ്യായത്തിൽ. ഗുണത്രയ വിഭാഗയോഗത്തിലെ 1-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാ. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. യജ്ഞാത്വാ, ഏതൊന്ന് അറിഞ്ഞിട്ട്, സർവേ മുനയഃ, മുനിമാരെല്ലാം, ഇതഃ, ഇവിടെ നിന്ന്, ഇതിൽ നിന്ന്, അതായത് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന്, പരാം സിദ്ധിം, പരമമായ സിദ്ധി അഥവാ മുക്തിയെ, ഗതാഹ, പ്രാപിച്ചുവോ. ജ്ഞാനാനാം ഉത്തമം ജ്ഞാനം, ജ്ഞാനങ്ങളിൽ വച്ച് ഉത്തമമായ ആ ജ്ഞാനം, പരം ഭൂയഃ, ഇനി വീണ്ടും, പ്രവക്ഷ്യാമി, ഞാൻ പറഞ്ഞു തരാം. ഭഗവാൻ പറയുന്നു, ഏതൊന്നറിഞ്ഞിട്ട് ഈ മുനിമാരെല്ലാം, ഋഷിവര്യന്മാരെല്ലാം ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് പരമമായ മുക്തിയെ പ്രാപിച്ചുവോ, ജ്ഞാനങ്ങളിൽ വച്ച് ഉത്തമമായ ആ ജ്ഞാനത്തെ ഞാൻ നിനക്ക് വീണ്ടും പറഞ്ഞു തരാം. ഏതൊന്നറിഞ്ഞതുകൊണ്ടാണോ ഋഷികളെല്ലാം ഈ സംസാരസാഗരത്തിൽ നിന്ന് മുക്തരായി പരമമായ ഗതിയെ അഥവാ മുക്തിയെ പ്രാപിച്ചത്. സർവോത്കൃഷ്ടമായ ആ ജ്ഞാനത്തെപ്പറ്റി വീണ്ടും ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം ഇത് നേരത്തെയും ഈ ജ്ഞാനത്തെപ്പറ്റി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് പല അധ്യായങ്ങളിലും. അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞു തരാം എന്ന് പറയുന്നത്. തത്വജ്ഞാനപരമായ ആത്മജ്ഞാനമാണ് മുക്തിയിലേക്ക് നയിക്കുന്നത്. പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായുള്ള സമ്പർക്കത്തിലാണ് ദേഹത്തിൽ വസിക്കുന്ന ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ കുരുങ്ങുന്നത്. പ്രകൃതിയുടെ ആ ത്രിഗുണങ്ങൾ എന്തെല്ലാമാണെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ജീവാത്മാവ് എങ്ങനെ ഈ ത്രിഗുണങ്ങൾക്ക് കീഴ്പ്പെടുന്നുവെന്നും അതിൽ നിന്നും എങ്ങനെ മുക്തനാകാമെന്നും ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ഈ അറിവാണ് ഏറ്റവും ഉത്തമമായ അറിവെന്നും ഭഗവാൻ പറയുന്നു. ഈ തത്വങ്ങൾ പല വിധത്തിൽ മുൻ അധ്യായങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും നിനക്ക് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയുന്നത്. താൻ ആരാണെന്ന് സ്വയം അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. താൻ ഈ ശരീരമല്ലെന്നും അതിനുള്ളിൽ വസിക്കുന്ന ആത്മാവാണെന്നും അറിയുന്നതോടെയാണ് മോക്ഷമാർഗം തെളിയുന്നത്. ഈ തത്വത്തെ സാക്ഷാത്കരിച്ചാണ് ഋഷിവര്യന്മാർ സംസാരചക്രത്തിൽ നിന്നും മുക്തി നേടി പരമപദത്തെ അഥവാ മോക്ഷത്തെ പ്രാപിച്ചത്, അഥവാ പരമാത്മാവിൽ വിലയം പ്രാപിച്ചത്. അപ്പോൾ ആ ജ്ഞാനങ്ങളിൽ വച്ച് ഉത്തമമായ ആ ജ്ഞാനത്തെ നിനക്ക് വീണ്ടും പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഓം നമോ ഭഗവതേ വാസുദേവായ.